അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മുആദ് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനം ഇമാം അബൂദാവൂദും തുർമുദിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുകയുണ്ടായി, ഒരാൾക്ക് കോപമുണ്ടായി, അപരനോടുള്ള പ്രതികാര നടപടി അത് പൂർത്തീകരിക്കുവാൻ അവന് കഴിവുമുണ്ട്. ആ കഴിവുമുള്ളപ്പോൾ തന്നെ അത് നടപ്പിൽ വരുത്താതെ അതിനെ പരമാവധി ക്ഷമിച്ചും സഹിച്ചും മൂടിവച്ചും വിട്ടുവീഴ്ച ചെയ്യുന്നവനാരാണോ അവനെ നാളെ സ്വർഗാവകാശികളുടെ ഗണത്തിൽ ജനമധ്യത്തിൽ പ്രത്യേകമായി അള്ളാഹു വിളിച്ചാദരിച്ച് സ്വർഗീയ അവസ്ഥയിൽ അവന് കൂടെ ജീവിക്കുന്നതിനാവശ്യമായ ത്വരണികളെ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേകമായ അനുമതി നൽകി അനുഗ്രഹിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയമുള്ളവരെ, കോപം സ്വാഭാവിക ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. വളരെ സമചിത്തതയോടെ, സൂക്ഷ്മതയോടെ, ക്ഷമാവലംബിയായി നടപ്പിൽ വരുത്താൻ കഴിയുന്ന പ്രതികാര നടപടികളുടെ സാഹചര്യത്തിലും ക്ഷമാവലംബികളായി കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ അംഗീകാരം ലഭ്യമാകാൻ അത് കാരണമാകുമെന്നാണ് ഈ പ്രവാചക വചനം നമുക്ക് നൽകുന്ന പാഠം. ക്ഷമയോടെ, സഹനത്തോടെ സമൂഹത്തിനിടയിൽ മാതൃകയോടെ ജീവിക്കുന്ന സൗഭാഗ്യശാലികളിൽ റബ്ബ് നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.